മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അവിടുത്തെ സ്വഹാബത്തും ഉത്തമ തലമുറക്കാരും പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരാശയം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ജനങ്ങളെ പഠിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് അടുത്ത നിങ്ങളുടെ സംസാരത്തിലൂടെ പറയാൻ ധൈര്യമുണ്ടോ, നട്ടല് ഈ മുസ്ലിയാർക്കുണ്ടോ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ വെല്ലുവിളിക്കാൻ. ആ പറഞ്ഞ നെട്ടല്ലൊക്കെ ആൺകുട്ടിയൊക്കെ പറഞ്ഞാണ്, അത് നിങ്ങൾക്ക് പറഞ്ഞല്ല, അത് ഞങ്ങളെ പോലത്തെ ആൺകുട്ടിയൊക്കെ പറഞ്ഞാണ്. അതുകൊണ്ട് ഉസ്താദിനൊന്നും വെല്ലുവിളിക്കണ്ട. ഉസ്താദിന്റെ ആ ചെറിയ മക്കള് ശിഷ്യന്മാരും മറുപടി പറഞ്ഞു. എന്താ വെല്ലുവിളിച്ചത്? ഇബ്നു അബ്ദുൽ വഹാബ് എന്തെങ്കിലും ഒരു തെറ്റായ ആശയം പ്രചരിപ്പിച്ചു ലിസ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഇത് ലിസ്റ്റ് ചെയ്യണ്. അയാൾ എന്തെല്ലാം ആശയം ഇവിടെ പഠിപ്പിച്ചണോ എ മുതൽ സെഡ് വരെ അയാൾ പഠിപ്പിച്ചത് ഇബ്നു തൈമിയയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ്. ഒന്നും തന്നെ പ്രമാണബദ്ധമായ ആശയങ്ങളല്ല. തെളിയിക്കാനാണെങ്കിൽ നെട്ടലൊന്നും വേണ്ട, അത് നിങ്ങൾക്ക് പറഞ്ഞ സാധനമല്ല. ആ നെട്ടലിന്റെ സ്ഥാനത്ത് വായപ്പിന്റെങ്കിലും വെച്ചൊരു വഹാബിന്റെ ഈ വെല്ലുവിളിക്കാണ്. ഇബ്നു അബ്ദുൽ വഹാബ് പ്രചരിപ്പിച്ച ഒരു തൗഹീദ്, അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് തെളിയിക്കാൻ റഫീഖ് സലഫിക്ക് എന്നല്ല ആണായി പറഞ്ഞ ഒരൊറ്റ വഹാബിക്കും കഴിയില്ല. ഇബ്നു അബ്ദുൽ വഹാബ് പഠിപ്പിച്ച പരിശുദ്ധമായ മതത്തിന്റെ മുഖത്ത് കരിവാരിത്തേക്കുന്ന തീവ്രവാദം ഈ പരിശുദ്ധ ദീനിന്റെ ആശയമാണെന്ന് സ്ഥാപിക്കാൻ ഒരൊറ്റ വഹാബിക്കും കഴിയില്ല. അയാൾ പഠിപ്പിച്ചത് മുഴുവനും തീവ്രവാദമാണ്. അയാൾ പഠിപ്പിച്ചത് മുഴുവനും മതവിരുദ്ധതയാണ്. അയാൾ പഠിപ്പിച്ചത് മുഴുവനും ഇബ്നു തൈമിയയുടെ ആശയങ്ങളാണ്. പിന്നെന്താ വ്യത്യാസം? ഇബ്നു തൈമിയ സൗമ്യമായി പറഞ്ഞ ആശയങ്ങളെ തീവ്രമായി നടപ്പിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹം. ഇതേ വ്യത്യാസമുള്ളൂ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ രണ്ടും ഒന്നാണ്. ആ ആശയങ്ങൾ സമർത്ഥിക്കാൻ എണ്ണി തയ്യാറുണ്ടെങ്കിൽ സമർത്ഥിക്കാൻ വേണ്ടി രംഗത്ത് വരി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മുഴുവൻ ആശയങ്ങളെയും നിങ്ങൾ കൈവച്ചിട്ടുണ്ട്. ഓരോന്നും എണ്ണി നിങ്ങൾ കൊണ്ടുവന്ന പുത്തനാശയങ്ങൾ തെളിവ് സഹിതം പറ. അപ്പൊ മറുപടി പറയാ ഈ മതത്തെ മുഴുവനും വികൃതാക്കി ആശയങ്ങൾ മുഴുവനും മാറ്റിമറിച്ചിട്ട് പറയാ ഞങ്ങൾക്ക് എന്ത് കുഴപ്പമുണ്ടായത്, ഞങ്ങൾ എന്ത് തെറ്റായ ആശയം പ്രചരിപ്പിച്ച് ലിസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. പണ്ടൊരാൾ പറഞ്ഞില്ലേ വല്യാപ്പാക്ക് ഒരു പ്രശ്നമില്ല, വല്യാപ്പാന്റെ തല പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്, നിങ്ങളെ തല പോയിട്ടുള്ളൂ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഹെഡ് നഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ. ദീനുൽ ഇസ്ലാമിന്റെ മുഖം നിങ്ങളിലില്ല. ദീനുൽ ഇസ്ലാമിന്റെ മുഖം സഹിഷ്ണുതയുടെ മുഖമാണ്, സമാധാനത്തിന്റെ മുഖമാണ്, സൗഹാർദ്ദത്തിന്റെ മുഖമാണ്. ആ മുഖം നഷ്ടപ്പെട്ടു പോയവരാണ് നിങ്ങൾ.